അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുക്കുമ്പോൾ അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കിടയിലും ഇന്ത്യയിലെ വ്യാപാരികൾക്കിടയിലും ഒരുപോലെ ആശങ്ക ഉടരുകയാണ്. അതിന് പ്രധാന കാരണം ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി തെരഞ്ഞെടുപ്പിന് പുറത്തുവിട്ട അവരുടെ പ്രകടന പത്രികയായ അജണ്ട 47ലെ ചില വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. അതിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന ചില നയങ്ങളുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ വ്യാപാരികളെ ബാധിക്കുന്ന ചില നിർണായകമായ തീരുമാനങ്ങളുമുണ്ട്. ഇന്ത്യയിലെ വ്യാപാരികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെ ഇറക്കുമതി തീരുവയിൽ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ എത്രയൊക്കെ ഇറക്കുമതി തീരുവ ചുമത്തുന്നുണ്ടോ അത്ര തന്നെ ഇറക്കുമതി തീരുവ ആ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും ചുമത്തും എന്നത് തന്നെയാണ്. നിലവിൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിർമ്മിക്കുന്ന കാറുകൾ, ബൈക്കുകൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ഇറക്കുമതി തീരുവ ചുമത്തുന്നുണ്ട്. ഇത് അമേരിക്ക തിരിച്ചും ചുമത്താൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ അത് ഇന്ത്യയിലെ വ്യാപാരികളെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയം, അതായത് പൂർണ്ണമായും അനധികൃത കുടിയേറ്റം നിർത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഇന്ത്യൻ വംശജരെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ലാറ്റിൻ അമേരിക്കൻ വംശജർ കഴിഞ്ഞാൽ അമേരിക്കൻ അതിർത്തിയിൽ അമേരിക്കയിലേക്കൊന്ന് കടക്കാൻ കാത്തു നിൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും രണ്ടാം സ്ഥാനത്തുള്ളത് അത് ഇന്ത്യൻ വംശജരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ വംശജരുടെ ഭാവിയും വലിയ അനിശ്ചിതത്വത്തിലായി മാറിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം അനധികൃത കുടിയേറ്റക്കാരുടെ മക്കൾക്ക് അത് ജനനം നടക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ അവർക്ക് ജന്മാവകാശമായി അമേരിക്കൻ പൗരത്വം നൽകുന്ന നയം തിരുത്താനും ട്രംപ് പദ്ധതിയിടുന്നത് ഇന്ത്യൻ വംശജർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ട്രംപിന്റെ കുടിയേറ്റ നയം വളരെ ലളിതമാണ്. അമേരിക്കക്കാരല്ലാത്ത അനധികൃത കുടിയേറ്റക്കാർ ആരും തന്നെ ഇനി അമേരിക്കയിൽ വേണ്ട, എല്ലാവരെയും രാജ്യത്തു നിന്നും പുറത്താക്കാം. പകരം അതീവ തൊഴിൽ നൈപുണ്യമുള്ള കുടിയേറ്റക്കാർക്ക് മാത്രമായിരിക്കും ഇനി അമേരിക്കയിലേക്ക് പ്രവേശനം ഉണ്ടാവുക എന്ന് ട്രംപ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ നൽകി തന്നെയാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വലതുപക്ഷ ശക്തികളുടെ വക്താവായ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ മറ്റു ചില വിചിത്രമായ പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് മാർക്സിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ഹമാസ് അനുകൂലികളെയും പുറത്താക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തന്നെയാണ്. ഇത് അമേരിക്കയിലെ പല അക്കാഡമീഷ്യൻസിനെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അധ്യാപകരെയും ബാധിക്കുന്ന ഒരു നയമാണ് എന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇസ്രായേൽ ഗാസ പ്രശ്നം ആരംഭിക്കുന്ന ഘട്ടത്തിലൊക്കെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതിനെതിരെ ട്രംപ് അടക്കം രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഈ അധ്യാപകരുടെ, ഈ വിദ്യാർത്ഥികളുടെ, ഈ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച ഈ അധ്യാപക വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനായി ലോകരാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറും എന്ന പ്രഖ്യാപനം തന്നെയാണ്. ബൈഡൻ പ്രഖ്യാപിച്ച പോലെ 2060ഓടെ അമേരിക്കയിൽ ഏതാണ്ട് പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളാൽ നിറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നൊക്കെ അമേരിക്ക ഇനി പിന്നോട്ട് പോവുകയാണെന്ന കാര്യം ഉറപ്പാണ്. എണ്ണ ഖനനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനും ഹരിത ഊർജത്തിലുള്ള ഡിപ്പെൻഡൻസ് അത് കുറയ്ക്കാനും ട്രംപ് പദ്ധതിയിടുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം ഏറ്റവും ആശങ്കയിൽ കഴിയുന്നത് അമേരിക്കയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപിന്റെ നയം അദ്ദേഹം വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ലോകത്ത് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ, 2 ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച ആ നയവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. ട്രംപ് പറയുന്നത് ആണും പെണ്ണുമല്ലാതെ മറ്റൊരു ലിംഗമില്ല എന്നും ലിംഗമാറ്റ ശസ്ത്രക്രിയകൾക്കടക്കം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം പൂർണ്ണമായും നിർത്തുമെന്നും ട്രാൻസ്ജെൻഡർ സൗഹൃദമായ പാഠ്യപദ്ധതികൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ വല്ലാതെ ആശങ്കയിലാക്കുന്ന, അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം ട്രംപിന്റെ കുടിയേറ്റ നയം ഇന്ത്യക്കാരെ ബാധിക്കുന്ന പോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മനുഷ്യരെയും ഗുരുതരമായി ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ട്രംപ് വീണ്ടും അധികാരം ഏറ്റെടുക്കുമ്പോൾ പശ്ചിമേഷ്യയിലും യുക്രൈനിലും അടക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യം ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും.
ും